ആത്മവിശ്വാസം വേണ്ട. കാത്തിരുന്നു. ഞങ്ങൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ. അത്ര കഠിനമായി ഞങ്ങൾ പരിശീലിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്തെന്നാ കരുതിയെ? കുത്തിയിരുന്ന് പൂ പറിക്കായിരുന്നു വിചാരിച്ചോ? ഈ പരീക്ഷ വർഷത്തിൽ 2 പ്രാവശ്യം നടത്തും. അങ്ങനെയെങ്കിൽ ഇത് 4ാമത്തെ വർഷമാണ്. അനുഭവ സമ്പത്തുള്ളവൻ. നീ ഇപ്പൊ ശരിക്കൊരു വിദഗ്ധനായി കാണണം. അതെ, വേണമെങ്കിൽ പറയും. കൊള്ളാലോ. അപ്പൊ നിനക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അതെ, ചില വിദഗ്ധന്മാർ ഒരിക്കലും ജയിക്കാറില്ല. ഒരു മിനിറ്റ്, നീ ക്ലോൺ ജിറ്റ്സു വല്ലതും ഉപയോഗിക്കുവാണോ? എന്നോട് മറച്ചു വെക്കണ്ട. നിങ്ങൾ ഇരട്ടകളാണോ? അല്ല. ദൈവമേ, ഇവർ രണ്ടുപേരിൽ ആരാണ് ശരിക്കുള്ള ഹിനാറ്റ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എനിക്ക് വട്ടുപിടിക്കുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ ശബ്ദം ഒരേപോലെ തന്നെയുണ്ട്. എനിക്ക് കിട്ടി. ഞാനൊരു ചോദ്യം ചോദിക്കാം. അതിന് ഉത്തരം യഥാർത്ഥ ഹിനാറ്റയ്ക്ക് മാത്രമേ പറയാൻ പറ്റൂ. ശരി, ഹിനാറ്റയുടെ അച്ഛന്റെ പേരെന്താണെന്ന് അറിയാമോ? അത് ഫലിച്ചില്ല. എന്റെ ചോദ്യം അത്ര പ്രയാസമുള്ളതായിരുന്നില്ല. കാരണം ഹിനാറ്റയുടെ അച്ഛന്റെ പേര് എനിക്കറിയില്ല. അപ്പൊ ഇത് സുരക്ഷിതമല്ല. ഞാനതിന്റെ മുകളിൽ ഉണ്ടായിരുന്നില്ലെന്നും പറഞ്ഞ് സന്തോഷിക്കേ. എടാ പീക്കര്, നിനക്ക് വട്ടാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കരിങ്കല്ലിലുള്ളതിലെല്ലാം പഴയ ഹൊക്കാഗെയുടെ ശില്പങ്ങളാണ്. ഇടത്തു നിന്ന് തുടങ്ങുന്നു. ഇതാണ് ആദ്യത്തേത്, ഇത് 2ാമത്തെ, അത് 3ാമത്തെ, ഇത് 4ാമത്തെ. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ 5ാമത്തെ ഹൊക്കാഗെ ആരാണ്? അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ആവാം. ചരിത്രത്തിന്റെ ക്ലാസ് രസകരമാക്കാൻ വേണ്ടി അവസരത്തിനൊത്ത് തമാശ പറയുകയായിരിക്കും അല്ലേ രൂക്ക? ഇദ്ദേഹത്തിന്റെ ശില്പമാണ് ആ മനയിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഇദ്ദേഹമാണ് 3ാമത്തെ ഹൊക്കാഗെ. ഏറ്റവും ശക്തനും ബുദ്ധിമാനുമായിരുന്നു എന്നാണ് 3ാമത്തെ ഹൊക്കാഗെ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ശില്പമാണ് ആ മനയിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഇദ്ദേഹമാണ് 3ാമത്തെ ഹൊക്കാഗെ. ഏറ്റവും ശക്തനും ബുദ്ധിമാനുമായിരുന്നു എന്നാണ് 3ാമത്തെ ഹൊക്കാഗെ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പ്രൊഫസർ എന്നും വിളിച്ചിരുന്നു. അല്ല, നിങ്ങൾ ശരിക്കും ശക്തനാണോ? അതെ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അതെ, നിർത്ത്. നിങ്ങൾക്ക് ഹൊക്കാഗെ എന്നുള്ള പട്ടം കിട്ടിയാൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ. ഈ നാട്ടിലെ ഏറ്റവും ശക്തൻ നിങ്ങളാണെന്നാണ്. അതെയോ? എങ്കിൽ 5ാമത്തെ ഹൊക്കാഗെ ഞാനായിരിക്കും. ഞാൻ ശക്തനും സുന്ദരനുമാണ്. ഇപ്പോഴുള്ള മാർക്കിന് നിനക്കത് സാധ്യമല്ല. നിനക്ക് മതിയായില്ലടാ കേറുക. ലോഡ് ഒരച്ചുമാരി എനിക്ക് തന്ന ഈ ശരീരത്തെ നീ ഇപ്പൊ അഭിനന്ദിക്കുന്നുണ്ടോ? ഞാൻ എന്റെ കൈകൾ കൊണ്ട് നിന്നെ പിച്ച് ചീന്തും. നീ എന്നോട് പറ, അവൻ എവിടെ കണ്ടെത്താനാവുന്നത്? ഒറോച്ചുമാരി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഒരിക്കൽ കൂടെ ഞാനത് ചോദിക്കില്ല. നിന്നെ പോലൊരു വീരച്ചെറുക്കനോട് ഞാനത് എന്തിനു വിവരിക്കണം?